സർക്കാർ സംവിധാനങ്ങളെയും സർക്കാർ ഉദ്യോഗസ്ഥരെയും വിലക്കെടുക്കാൻ പറ്റുമോ? പറ്റുമെന്നതിന് ഉദാഹരണമാണ് തിരുവനന്തപുരത്തെ ജവഹർ നഗർ ഭൂമി തട്ടിപ്പ്. പണത്തിനു വേണ്ടി തട്ടിപ്പിന് ഒത്താശ ചെയ്ത സബ് രജിസ്ട്രാർ ഉൾപ്പെടെ ഇന്ന് ജയിലിലാണ്. അടുത്ത കാലത്തൊന്നും നമ്മുടെ നാട്ടിൽ കേട്ടുകേൾവിയില്ലാത്ത ആൾമാറാട്ടവും ഈ തട്ടിപ്പിൽ ഉണ്ടായി. വീടുമായിട്ട് നെയ്ബേഴ്സിനൊന്നും ഒരു പ്രത്യേക ഒരു കോണ്ടാക്ട് ഇല്ലായിരുന്നു. ആകപ്പാട് അവിടെ നടന്നൊരു ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് അവിടെ ആരും ഇങ്ങനെ ഈ ഒരു ഇത് വെച്ച് അവിടെ എന്തോ ഒരു പണി നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്നും ഇവിടെ ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ലാത്തതുകൊണ്ട് ആരെങ്കിലും നടത്തുന്നതായിരിക്കുമെന്ന് വിശ്വസിച്ചു. ആൾമാറാട്ടത്തിലൂടെയും വ്യാജരേഖ ഉണ്ടാക്കിയുമാണ് വെണ്ടറായ മണികണ്ഠൻ അനിൽ തമ്പിക്ക് സ്ഥലവും വീടും കൈവശപ്പെടുത്തി കൊടുത്തത്. ഇതിന് 2 കോടി രൂപ മണികണ്ഠന്റെയും 1 കോടി രൂപ ഭാര്യയുടെയും അക്കൗണ്ടുകളിലേക്ക് കൈമാറിയതായാണ് കണ്ടെത്തൽ. മുൻകൂറായി 40 ലക്ഷം രൂപയും കൈപ്പറ്റി. ഇതുപയോഗിച്ച് മണികണ്ഠൻ കടങ്ങൾ വീട്ടുകയും പുതിയ വീടിന്റെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. ഭൂമി തട്ടിപ്പിന് ഒത്താശ ചെയ്തുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ശാസ്തമംഗലം സബ് രജിസ്ട്രാർ ലക്ഷ്മിയെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിഫലമായി 10 ലക്ഷം രൂപയും 10 മൊബൈൽ ഫോണും കൈപ്പറ്റിയതായും കണ്ടെത്തി. വ്യാജ പ്രമാണത്തിൽ ഒപ്പിട്ടവരിൽ അനിൽ തമ്പി ഒഴികെ മറ്റ് 3 പേരും ആൾമാറാട്ടം നടത്തിയവരാണ്. ഡോറയെ ആൾമാറാട്ടം നടത്തിയ വട്ടപ്പാറ സ്വദേശി വസന്ത, ഡോറയുടെ ചെറുമകൾ എന്ന പേരിൽ രജിസ്ട്രാർ ഓഫീസിൽ ഹാജരായ പുനലൂർ സ്വദേശിനി മെറിൻ ജേക്കബ്, ആൾമാറാട്ടത്തിന് സഹായിച്ച സുനിൽ, വെണ്ടർ മണികണ്ഠൻ, അനുജൻ മഹേഷ്, സെയ്മാലി എന്നിവരടക്കം 8 പേർ ഇതുവരെ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. സിറിലിനൊപ്പം ജിബിൻ ജെബി, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.